മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല. എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. നല്ലതാണെന്ന് ബോധ്യമായാൽ അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. ഭക്തരെ, നിങ്ങൾ ദുഃഖങ്ങൾ എത്രയധികം പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തും. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. സന്തോഷത്തിൻ്റെ പൂർണ്ണമായ മൂല്യം മനസ്സിലാകണമെങ്കിൽ അത് പങ്കിടാൻ വേറൊരാൾ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. ആരെങ്കിലും സഹായിക്കാൻ അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്ക് ഒരാവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാളെയെങ്കിലും ദൈവം അയക്കുമെന്നുറപ്പാണ്. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. ചിലപ്പോൾ ഇന്നത്തേക്കാൾ മനോഹരമായിരിക്കും നാളെ. ഭക്തരെ, നിങ്ങളുടെ വീഴ്ചകൾ ആസ്വദിക്കുന്നവരോടും നിങ്ങളുടെ നേട്ടങ്ങളിൽ ദുഃഖിക്കുന്നവരോടും ഇടപെട്ട് അമൂല്യവും പരിമിതവുമായ നിങ്ങളുടെ സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം തോന്നുകയും സ്വന്തം കഴിവുകൾ മികച്ചതാണെന്ന് സ്വയം കരുതുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടു പോകാനും ജീവിത വിജയം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നത്. ഭക്തരെ, നിരാശയും ദുഃഖവും ആശങ്കയുമെല്ലാം നിങ്ങളുടെ ദൗർബല്യമല്ല, നിങ്ങൾ മനുഷ്യനാണ് എന്നതിൻ്റെ സൂചനകളാണ്. അത് തരണം ചെയ്യുക എന്നതാണ് പ്രധാനം. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോടും നിങ്ങൾ പെരുമാറുക. ഭക്തരെ, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.